എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ്. ഭാരതാമ്മയെ ബഹുമാനിക്കുന്ന പാർട്ടിയിലുള്ളൊരു വ്യക്തി അന്നൊരു പോസ്റ്റ് ഇട്ടത് എന്താണെന്നറിയോ? എൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന ഡീറ്റെയിൽ പുറത്ത്. ജീവൻ തുടിക്കുന്ന തരത്തിൽ വരയ്ക്കുന്നില്ല, അതായത് കണ്ണിന് ഒരു കുത്തിടുന്നില്ല. അത് ഇസ്ലാം മതത്തിന് എതിരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വാസ്തവം? എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അത്രയും മതവിശ്വാസികളാണ്, ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിക്കാരാണ് അവർ. ഇസ്ലാം മതത്തിൽ കൃഷ്ണനാന്നില്ല, ഒരു സംഭവം വരയ്ക്കാൻ പാടില്ല, ഒരു സംഭവം. ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ജീവനുള്ളിടത്തോളം കാലം ഞാൻ വരയ്ക്കും. നിങ്ങൾക്ക് നിങ്ങളെ കണ്ണ് തെറ്റായിട്ട് കാണുന്നുണ്ട്, നിങ്ങളെ കണ്ണിൻ്റെ കുഴപ്പമാണ്. നമസ്കാരം. കൃഷ്ണൻ്റെ പടം വരച്ച് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുകൊടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ താരമായ ആളാണ് കോഴിക്കോടുകാരിയായ ജസ്ന സലീം. ജസ്ന നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജസ്ന, എന്താണ്, ഒരു മുസ്ലിമാണ്, പക്ഷേ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു, അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. എങ്ങനെയാണ് കൃഷ്ണൻ്റെ ഭക്തയായി മാറിയത്? ഞാൻ സത്യം പറയാച്ചാൽ എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിലെ ഒരു 4-5 വയസ്സ് തൊട്ടേ എൻ്റെ വീട്ടുകാരെന്നെ കണ്ണാന്ന് വിളിക്കുമായിരുന്നു. എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അത്രയും മതവിശ്വാസികളാണ്, ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിക്കാരാണ് അവർ. പക്ഷേ എന്നാൽ പോലും അവർ കണ്ണാന്ന് വിളിക്കുകയും വീട്ടിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സുഹൃത്ത് മുഖാന്തരം കിട്ടിയൊരു പേരാണ് കണ്ണാന്നുള്ളത്. അപ്പോൾ ഈ കണ്ണനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ പരിസരം എന്ന് വെച്ചാൽ 1/2 കിലോമീറ്റർ വെച്ചിട്ട് പള്ളികളാണ്. അവിടെ ഹിന്ദു മതസ്ഥരെന്ന് പറയാൻ വിരളിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. അവരുടെ വീട്ടിലൊന്നും നമ്മൾ പോകാറൊന്നുമില്ല. പോയാലല്ലേ ഈ പൂജാമുറിയിൽ കണ്ണനെയൊക്കെ കാണുള്ളൂ. അപ്പോൾ ഈ കണ്ണനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം. എല്ലാവരും നമ്മുടെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്തൊക്കെ ഈ കണ്ണാന്ന് വിളിക്കുമ്പം അത് ഏറ്റു വിളിക്കും. ഈ ജാഥ വിളിക്കുന്നതിൻ്റെ അതിൽ ഒരാൾ വിളിച്ചു തുടങ്ങിയാൽ അത് ബാക്കി എല്ലാവരും ഞാൻ പോകുന്നേക്കങ്ങ് വിളിച്ചു കൊടുക്കും. അപ്പോൾ അത്രത്തോളം വെറുത്തൊരു പേര്. അങ്ങനെ 2009 എൻ്റെ വിവാഹം കഴിയുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി, അവിടുന്ന് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു കണ്ണാവിളി. പടച്ചോനെ, സ്വന്തം വീട്ടിൽ നിന്നും ഈ വിളി, അവിടെ എത്തി നോക്കുമ്പോൾ അതും വിളി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒരു നോട്ടം നോക്കിക്ക്, എനിക്ക് അവിടുന്നോ സ്വൈര്യം കിട്ടുന്നില്ല, ഇവിടുന്ന് ഈ പണ്ടാരോ ഈ വിളി തന്നെയെന്ന് എങ്ങനെ എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, നിന്നെ അല്ല ശരിക്കുള്ള കണ്ണനെയാണ് വിളിച്ച്. ഞാൻ ചോദിച്ചു, ശരിക്കുള്ള കണ്ണനോ? അതേതാന്ന് ചോദിച്ച്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത്. നോക്കുമ്പോൾ ഒരു കുഞ്ഞു വാവ, ഭയങ്കരമായിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട്. ഇതിൻ്റെ ഉറപ്പേ ഇതിനെ വെച്ചിട്ടാണോ എന്നെ ഇത്രയും കാലം കളിയാക്കിയെന്നുള്ളൊരു ഇത് എന്താ പറയുക, സങ്കടമാണോ ഒരു കുറ്റബോധമാണോ എന്താ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ ഇതേപോലെ 1/2 കിലോമീറ്റർ വെച്ച് പള്ളിയാണെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട് എന്ന് വെച്ചാൽ തിരിച്ച് ഓപ്പോസിറ്റ് 1/2 കിലോമീറ്റർ വെച്ചിട്ട് അമ്പലങ്ങളാണ്. അവിടെ എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിലെന്ന് വെച്ചാൽ ഹിന്ദു മതസ്ഥരാണ് കൂടുതൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഹിന്ദുക്കളാണ്. അപ്പോൾ ഇവിടെ എവിടെ പോകുമ്പോൾ ഈ പൂജാമുറി ഈ കണ്ണനെയൊക്കെ കാണും. അപ്പം തിരിച്ച് ഞാൻ കാണിച്ചു കൊടുക്കും, കാക്കേ കണ്ണൻ അതാന്ന് പറഞ്ഞ്. പിന്നെ എവിടെ കണ്ണനെ കണ്ടാലും ഞാൻ തോണ്ടി അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ 2013-14 കാലഘട്ടങ്ങളിൽ എൻ്റെ വീട് പണി നടക്കുകയും അതേസമയം തന്നെ ഞാൻ 2ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്നതും. അങ്ങനെ ഞാൻ വീട്ടിൽ ഈ വാർപ്പിനൊക്കെ പേപ്പർ കൊണ്ടുവരുമല്ലോ, ആ പേപ്പറിൻ്റെ കൂട്ടത്തിലൊരു കണ്ണനെ കണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വീണ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ നടക്കരുത് എന്നുള്ളത്, ഞാൻ നടക്കുന്ന പോലും ഞാൻ പോലും അറിയരുത് എന്നുള്ള ഒരു സിറ്റുവേഷനായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ താമസിക്കുന്ന ഒരു ഷെഡിൻ്റെ അകത്താണ്. അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും അവിടെ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് പുറത്തേക്കൊരു കട്ടിലിട്ട് തന്നത് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കിടക്കാൻ പോകുന്ന സമയത്തായി ഞാൻ ഈ കണ്ണനെ കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിനൊന്ന് വരച്ചു നോക്കിയാലോ, വേറെ പണിയൊന്നുമില്ലല്ലോ, ചിത്രരചനയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല. പക്ഷേ അന്ന് തൊട്ട് 11 വർഷമായി ഞാൻ വര തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഒറ്റ നോട്ടത്തിൽ എൻ്റെ കണ്ണൻ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ പാർട്സ് വഴി നോക്കുക വെച്ചാൽ ഇന്നും മൂക്ക് അങ്ങോട്ടും കണ്ണിങ്ങോട്ടും ആയിരിക്കും. ഒരിക്കലും നല്ല ഫോട്ടോ എന്ന് ഞാൻ പറയില്ല കേട്ടോ, പക്ഷെ ആവശ്യക്കാർ ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ അതേപോലെ ഒരു ഫോട്ടോ വരച്ച് കണ്ട കണ്ണനാണ്, പക്ഷേ പാർട്സ് വഴി എടുത്ത് ആരും നോക്കരുത്. അങ്ങനെ ഞാൻ കാക്കനെ കാണിച്ചെടുത്തപ്പോൾ കാക്കറിന് ആ കണ്ണനൊക്കെ കൊള്ളാം, പക്ഷെ നിൻ്റെ വീട്ടുകാർ കാണണ്ട, ആ ഒരു വിഷയമാവും തന്നെ. കാരണം എൻ്റെ വീട്ടുകാർ അത്രയും സ്ട്രോങ് ആണ്. എൻ്റെ ഉമ്മ വീട്ടുകാർ, പാപ്പ വീട്ടുകാരെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അങ്ങനെ ഞാൻ പറഞ്ഞു കാക്കനോട് കാക്ക ആദ്യമായിട്ട് വരച്ച ഫോട്ടോ അല്ല, നമ്മളിത് ശങ്കരേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് കാക്ക ഫ്രെയിം ചെയ്ത് ശങ്കരേട്ടന് കൊണ്ടു കൊടുത്തു. ശങ്കരേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഈ ശങ്കരേട്ടൻ എന്ന് വെച്ചാൽ ഈ അമ്പലത്തിലെ പൂജാരിയാണ്. ഈ പൂജയും കർമ്മങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല. ചേച്ചി ഗർഭിണിയാവും, അത് അബോർഷനായി പോകുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ കണ്ണൻ വീട്ടിലെത്തിയാൽ ഈ ചേച്ചി ഗർഭിണിയായി. അപ്പോൾ ഡോക്ടർ ഏജ് ഓവറായപ്പോൾ പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ചേച്ചി പ്രഗ്നൻ്റ് ആകുന്നത്. അങ്ങനെ വില വിശ്വാസപ്രകാരം ഏതോ ജ്യോത്സ്യരെടുത്ത് പോയതാണ് എൻ്റെ ഈ കുഞ്ഞ് അബോർഷനായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജ്യോത്സ്യരെന്തോ രാശി വെച്ചിട്ട് പറഞ്ഞ പോലെ വീട്ടിൽ വല്ലാത്ത ദൈവസാന്നിധ്യം കാണുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് വിധിച്ചാണ് എന്ത് കർമ്മ ചെയ്തതെന്ന് ചോദിച്ചോലെ. അപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു കർമ്മങ്ങളും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ളൊരു മുസ്ലിം കുട്ടി, എടുത്തു വെച്ച് പറഞ്ഞത് അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലുള്ളൊരു മുസ്ലിം കുട്ടി. കാരണം ഞാൻ താമരശ്ശേരി പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ മുസ്ലിംസ് മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് ഒരു കുട്ടി കണ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അത് കേട്ട് ഈ പണിക്കർ ചോദിച്ചോളൂ ഓളെ പെരുന്നാളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ശങ്കരേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്കറിയാവുന്ന കാര്യങ്ങൾ. കാരണം വീടിൻ്റെ അടുത്തൊരു അമ്മമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നാളൊക്കെ മുപ്പത്തി അങ്ങ് പറഞ്ഞു തരലുണ്ടായിരുന്നു. അങ്ങനെ ഇതെന്തോ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ കാര്യം കൊണ്ട് ഞാൻ വരയ്ക്കുന്ന പോലെ ഇന്നോട് വിളിച്ച് പറഞ്ഞ് ഞാനൊരു ചെവി കൊടുക്കട്ട് വേറെ ചെവി കൊടുക്കും. കാരണം ഞാൻ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഞാനിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ശങ്കരേട്ടൻ്റെ വീട്ടിൽ വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കൽ തുടങ്ങി. നമ്മുടെ നാട്ടിലുള്ളൊരു മുസ്ലിം കുട്ടി വരച്ചതാണ്. ഇത് വച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന മാറ്റങ്ങൾ വീട്ടിൽ വന്നു. ഈ കുട്ടി ഇന്ന കാര്യം കൊണ്ട് വരയ്ക്കുന്നതാണോ അല്ലേ? ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിശ്വാസമാണല്ലോ മെയിനായിട്ട്. അവരെ വിളിച്ചിട്ട് എന്നെ വിളിച്ച് കരയും. ഞാൻ പറയും നിങ്ങൾ കരയൊന്നും വേണ്ട, ഞാൻ വരച്ചു തരാം, നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾക്ക് വേണം ഞാൻ വരച്ചു തരാമെന്നാണ്. സത്യം പറയാലോ, ഒരു വർഷത്തോളം ഞാൻ ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്തു. ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി വരിക. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നിർത്തിക്കോ, എന്നെ കൊണ്ടാകുന്നില്ല ഇതിന് പൈസ ചിലവാക്കാൻ. അങ്ങനെ പിന്നെ അതൊരു വരുമാന മാർഗമാക്കിയിട്ട് ഇപ്പോൾ 11 വർഷമായി കണ്ണനിലൂടെ ഞാൻ അറിയപ്പെടുന്നു. ഞാൻ ആദ്യം വെണ്ണക്കണ്ണനെ അല്ല വരയ്ക്കൽ, ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണന്, മയിൽപ്പീലി കണ്ണന്, ആലില കണ്ണനൊക്കെ ആയി വരയ്ക്കൽ. പിന്നെയാണ് ഈ വെണ്ണക്കണ്ണനെ ഞാൻ സ്ഥലത്ത് കണ്ടപ്പം, ഇതോടെ ഫോട്ടോ കൊടുക്കാൻ പോയതാണ്, കണ്ടപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ വര തുടങ്ങിയത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ഞാൻ കൊടുത്തത് ഈ വെണ്ണക്കണ്ണനാണ്. ഈ വെണ്ണക്കണ്ണൻ വരയ്ക്കൽ തുടങ്ങിയതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആയിട്ട് തുടങ്ങിയത്. എല്ലാ സെലിബ്രിറ്റീസും വാങ്ങി, അങ്ങനെ പിന്നെ വെണ്ണക്കണ്ണനായി. അതിപ്പോൾ ഒരു സിഗ്നേച്ചർ ഐറ്റമായി. ഗുരുവായൂരിലേക്ക് ആദ്യമായിട്ട് ഇത് കൊണ്ട് കൊടുക്കണമെന്ന് തോന്നലുണ്ടായത് എങ്ങനെ? അത് ഹസ്ബൻഡിൻ്റെ, ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട് കണ്ണനെ കണ്ട വീട്. അപ്പോൾ ജയൻ എന്നാണ് ആളുടെ പേര്. ആ ആളുടെ അമ്മ ഞാനിതുകൊണ്ട് വരയ്ക്കുന്നതെന്ന് കേട്ടപ്പം അങ്ങ് കാണാൻ വന്ന്. അപ്പോൾ കാണാൻ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു മോളെ ഇത് നിങ്ങൾക്ക് പൈസ കിട്ടൽ തുടങ്ങിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മേ ആദ്യമൊക്കെ ഞാൻ ഫ്രീ ആയിട്ടായും വരച്ചു കൊടുക്കൽ, ഇപ്പം ഞാനത് നിൽക്കാതെ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അന്നൊരു പൈസ വാങ്ങി തുടങ്ങി. അപ്പം എന്നോട് തന്നെ ഇത് നിനക്കൊരു വരുമാന മാർഗ്ഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗുരുവായൂർ കൊണ്ട് കൊടുക്കണം. ഗുരുവായൂർ മാത്രമല്ല മമ്മിയൂരും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മമ്മിയൂരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂർ കൊണ്ട് കൊടുക്കുന്നത്. അമ്മ പറഞ്ഞതിൻ്റെ പേർക്ക് നമുക്കൊരു വരുമാന മാർഗ്ഗമായപ്പോൾ പിന്നെ അന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് എല്ലാ വർഷവും വിഷുവിനും ശ്രീകൃഷ്ണ ജയന്തിക്കും ഞാൻ മൂപ്പരെ കാണാൻ പോവും. വിഷുവിനും ശ്രീകൃഷ്ണ ജയന്തിക്കും മാത്രമല്ല ഞാൻ മാസത്തിലൊരു ദിവസം പോവും. ഇനി അതിൻ്റെ പുറത്ത് ആരും കച്ചറ ഉണ്ടാക്കണ്ട. അതെന്താണെന്നറിയോ, നമുക്ക് വരുമാന മാർഗമായിട്ടുള്ള ഞാൻ ഇപ്പോൾ കണ്ണൻ്റെ വരുമാനത്തിൽ ജീവിക്കുന്നതെന്ന് മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾക്ക് ഇപ്പം ഞാൻ കണ്ണൻ്റെ വരുമാനത്തിൽ ഒരു വീട് വെച്ച് കൊടുക്കാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു 10 രൂപ തരുന്ന ഒരാളാണ് നമ്മൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി നോക്കിയിട്ടില്ലേ, അവർ നന്ദികേടായി പോകില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക ഉമ്മനെയും വാപ്പനെയും എന്തായാലും മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി കാണും. അതേപോലെ ഞാനിപ്പോൾ കൊച്ചിയിലേക്ക് വന്നതാണ്, പക്ഷെ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ കയറിയിട്ട് ഇങ്ങ് പോകുന്നത്. കാരണം എങ്ങോട്ടെനിക്ക് പോകുന്നുണ്ടെങ്കിലും കണ്ണൻ ആയിട്ട് എന്തെങ്കിലും ഒരു കണക്റ്റ് ആയിട്ടുള്ളൊരു സംഭവത്തിനാണ് പോകുന്നത്. അതിപ്പോൾ കൊച്ചിക്കായാലും തൃശ്ശൂർക്ക് പോവുകയാണെങ്കിലും ഞാൻ ഗുരുവായൂർക്ക് ഇടവഴിയെ പ്രാർത്ഥിക്കാറുണ്ടോ? പിന്നെ അവിടെ പോയിട്ട് ഒരു കണ്ണാന്നുള്ളൊരു വിളിയാണ്. എന്നിട്ട് എന്ത് പറയും? എന്ത് പറയാൻ, നമ്മൾ ഒരു വിളി വിളിക്കൂ, ആ ഒരു വിളിയിൽ ഉണ്ടല്ലോ. കാര്യം എന്താ വെച്ചാൽ എന്നെ കണ്ണനറിയാം. കാരണം ഇന്ന് എന്നോട് നടയുന്ന ഒരാൾ എന്നോട് ചോദിച്ചു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ എന്ന് തന്നെ. ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു കിട്ടും. ഞാൻ പറഞ്ഞ ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ 11 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കും മീര ആരാന്നറിയോ, മഞ്ജുള ആരാന്നറിയോ, അങ്ങനെ പിടിച്ചിട്ട് ഓരോരുത്തർ കഥകൾ പറഞ്ഞു തരിക എനിക്ക് ഓരോരുത്തർ. അപ്പോൾ അവരൊക്കെ പറയും നമ്മൾ ഭക്തി കൂടുന്നതിനനുസരിച്ച് മാക്സിമം കളിപ്പിക്കും.
ഇന്ന് പരിചയപ്പെട്ടെന്നല്ല, എനിക്ക് പരിചയമുള്ളൊരു പയ്യനുണ്ടായി അവിടെ. അവരെന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയോ, വെള്ളത്തിൽ ഇങ്ങനെ മുക്കി കളിക്കും, നമ്മൾ മുങ്ങി ചാവെന്ന് വിചാരിക്കും, പക്ഷേ ചാവില്ല കേട്ടോ, നമ്മളെ തൂക്കി ഇങ്ങെടുത്ത് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു കളിപ്പിക്കുന്നൊരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു എന്തിന്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഇങ്ങനെ പരീക്ഷിച്ചിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നതിനെക്കാട്ടും നല്ല പരീക്ഷിക്കാണ്ട് നിന്നൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നോട് പറയും കണ്ണൻ്റെ കഥകൾ അറിയാവുന്ന. എന്തിന് നിങ്ങൾ ചോദിച്ചല്ലോ ഗുരുവായൂർക്ക് പ്രാർത്ഥിക്കലുണ്ടോയെന്ന്. ഞാൻ ഗുരുവായൂരത്തെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പോയൊരു കഥയാണ്. നമ്മുടെ രാധേനെ പറ്റി ആരോ ഒന്ന് സമൂഹത്തിൽ എന്താ രാധ കല്യാണം ആദ്യം കഴിച്ചു, പിന്നെ കണ്ണനെ സ്നേഹിച്ചിട്ട് എന്തോ മോശക്കാരിയാണെന്നെങ്ങാൻ രാധനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് കണ്ണൻ എന്തോ ഒരു മാറാരോഗം വന്നു എന്നും ഒരു വൈദ്യൻ ചികിത്സിക്കാൻ വന്നിട്ട് ഒരുപാട് ഓട്ടയുള്ള ഒരു വെള്ളം എടുക്കുന്ന ഒരു പാത്രം കൊണ്ട് കൊടുത്തിട്ട് അതിൽ നാട്ടിലെ പതിവ്രതക്ക് മാത്രമേ അതിൽ വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റൂന്നും നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കേട്ടുങ്ങാൻ ഈ കണ്ണനെ സ്നേഹിക്കുന്ന ഗോപികമാർ മുഴുവനും വന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾക്കും കൊണ്ടുവരാൻ പറ്റിയില്ല. ലാസ്റ്റ് രാധ കൊണ്ടുവന്നു. അപ്പോൾ രാധക്ക് മാത്രമേ അതിൽ വെള്ളം ചോരാതെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. അതെൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അപ്പം ഈ ഹണി ട്രാപ്പ് വിഷയം സത്യം പറയാച്ചാൽ ഈ ഹണി ട്രാപ്പ് നെയ്താൽ എനിക്ക് അറിഞ്ഞൂടട്ടോ. എനിക്ക് 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. അപ്പോൾ ഈ ഹണി ട്രാപ്പ് വിഷയം വന്നപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ നിനക്ക് ഞാനൊരു വെള്ളം നിറച്ച് ഇതാക്കുന്നൊരു മൺകുടം കൊണ്ടുത്തരാം, എൻ്റെ നിരപരാധിത്വം നീ തെളിയിക്കോ, ഒരിക്കലും നീ രാധയുടേത് തെളിയിച്ചിട്ടില്ലേ എന്ന് വരെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ഈ ഹണി ട്രാപ്പ് വിഷയം വന്നപ്പം ഞാൻ ഈ സമൂഹത്തിൻ്റെ മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമായൊരു കാര്യം എന്താണെന്നറിയാം, സമൂഹം നമ്മളെ ചേർത്ത് പിടിക്കും ഈ സത്യാവസ്ഥ അറിയുമ്പം എന്ന് ഞാൻ ചിന്തിച്ചേ. പക്ഷേ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ഞാൻ ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു എന്നറിഞ്ഞപ്പം ഒരു ഹരിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൃശ്ശൂരുള്ള ഒരാൾ അതെടുത്തു വെച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ, ഭാരതാമ്മയെ ബഹുമാനിക്കുന്ന പാർട്ടിയിലുള്ളൊരു വ്യക്തി അന്നൊരു പോസ്റ്റ് ഇട്ടത് എന്താണെന്നറിയോ, എൻ്റെ ഇക്കിളിപ്പെടുത്തുന്ന ഡീറ്റെയിൽ പുറത്ത് എന്ന്. അപ്പം ഞാൻ ചിന്തിക്കുക, പടച്ചോനെ ഒരു പെണ്ണ് മറ്റൊരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ വേറൊരു പെണ്ണിന് അതെങ്ങനെയാണ് ഇക്കിളിപ്പെടുത്തുന്ന ഡീറ്റെയിൽ ആവുക, ഇത്രത്തോളം വിഷമമായിപ്പോയി എന്നറിയോ. അതേപോലെ നമുക്കൊക്കെ ജീവിതത്തിൽ മോട്ടിവേഷൻ തരുന്ന ഒരാളുണ്ടാവുമല്ലോ. എനിക്ക് മോട്ടിവേഷൻ തരുന്ന ഒരാളായിരുന്നു ഒരു പ്രസിദ്ധ പാലക്കാട് എന്ന് പറയുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് സമൂഹത്തിൻ്റെ മുമ്പിൽ ബുദ്ധിമുട്ടുകൾ, അത് പാർട്ടിയുടെ പേരുമായിട്ടും അങ്ങനെ പല രീതിയിലും അവർ സൈബർ ആക്രമണം അവരുടെ നേരെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരിക്കൽ ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ വീഡിയോ കാണാൻ. അപ്പോൾ ഒരിക്കൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടു, പുറകിൽ നിന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നവരോട് എനിക്കൊന്നും പറയാനില്ല എന്ന്. അതിന് ഞാൻ ആർക്കും കമൻ്റ് ഇടാറില്ല, ഒരു വ്യക്തിയും പറയില്ല ഞാൻ കമൻ്റ് ഇടുമെന്ന്. പക്ഷേ ഈ ചേച്ചിക്ക് ഞാൻ കമൻ്റ് ഇട്ടു, പുറകുന്ന് പറയുന്നത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് കാരണം എനിക്ക് അത്രയും പ്രചോദനമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന് വിപരീതമായിട്ട് വീഡിയോ ഇടുന്നൊരു ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ക്ലാസ് കിട്ടുന്നൊരു വീഡിയോസ് ആയിരുന്നത്. പക്ഷേ പിന്നീടാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് വീഡിയോ ഇട്ടത് ഈ ലേഡിയാണെന്ന്. പടച്ചോനെ ഇതൊക്കെ അറിയുമ്പോണ്ടല്ലോ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. അതേപോലെ ആയൊരു വ്യക്തിയായിരുന്നു ഈ ലേഡി. പക്ഷേ ഇവരെങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് ഞാൻ ഉറക്കത്ത് പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷേ കുറ്റം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറ്റം പറയണം. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞു ഇസ്ലാം മതസ്ഥർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് ജസ്നയുടെ വീടിനടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നു, അവിടെ പോയി പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ കാണുമ്പം അവളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു, അതിനെ എങ്ങനെയാണ് തരണം ചെയ്തത്? ഇല്ല, ഞാൻ എന്താ വിചാരിക്കുന്നതെന്നറിയോ, പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അവരവിടെ പറഞ്ഞോട്ടെ. എനിക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാൻ പലർക്കും അറിയേണ്ടത് ഞാൻ ഏത് മതസ്ഥയാണെന്നാ, ഹിന്ദു മതസ്ഥയാണോ മുസ്ലിം മതസ്ഥയാണോ എന്ന്. കണ്ണനോട് ഇത്രയും ആരാധന ഉണ്ട്, കണ്ണൻ്റെ മതം സ്വീകരിച്ചൂടെ എന്ന് ചോദിക്കുന്ന പോലെയുണ്ട്. കണ്ണൻ എത്ര ഇഷ്ടമാണ്, എന്തിന് ഈ തട്ടം ഇടണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മനെക്കാട്ടിലും കൂട്ടുകാരൻ്റെ അച്ഛനും അമ്മയും നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും, നമുക്ക് ഇഷ്ടഭക്ഷണം വെച്ചിരുന്ന പോലായിരിക്കും. അവിടെ എന്തെങ്കിലും ഒരു ഇഷ്ടഭക്ഷണം വെച്ചാൽ അപ്പം നമുക്ക് കോള് വരും, എടാ ഇന്ന ഫുഡ് ഉണ്ടെടാ വേഗം വാ എന്ന് വെച്ചിട്ട് നമ്മൾ സ്വന്തം ഉമ്മനെയും വാപ്പനെയും ഉപേക്ഷിച്ചിട്ട് അവരെ സ്വീകരിക്കാവോ? ആരും ചെയ്യൂല. അതേപോലെ എനിക്ക് എൻ്റെ മതവും അതേപോലെ തന്നെ എനിക്ക് കണ്ണനും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്.
അതിപ്പം നമുക്കൊരു മനുഷ്യനോട് തോന്നിക്കൂടെ? സ്നേഹവും ആരാധനയും ബഹുമാനവും. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ എത്ര ആൾക്കാർ ബഹുമാനിച്ച് ജീവിക്കുന്ന, സ്നേഹിച്ച് ജീവിക്കുന്നുണ്ട് എന്ന് വെച്ച് പ്രധാനമന്ത്രിൻ്റെ വീട്ടിൽ പോയിട് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ്? അതൊക്കെ പോസിബിൾ അല്ലാത്തല്ലേ. നിസ്കാരമൊക്കെ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ആ മതവിശ്വാസത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ കാര്യങ്ങളൊന്നും മാറ്റാൻ നിന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ മാറണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിന്? എൻ്റെ ഭർത്താവ് പറയുന്ന ഒരൊറ്റ കാര്യം എന്താണ്, മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം തന്നെയല്ല. അപ്പം എൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഉസ്താദുമാരും ഒരുപോണല്ല. എൻ്റെ നാട്ടിൽ മദ്രസയിൽ അല്ല പള്ളിയിലുള്ള ബാങ്ക് വിളിക്കുന്ന ഉസ്താദ് വീട്ടിൽ വന്നിട്ട് മക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു റക്കായത്ത് നിസ്കാരം ഓല ഒഴിവാക്കിയാൽ മുട്ടിൻ്റെ താഴോട്ട് അടിച്ച് പൊട്ടിക്കണം എന്ന് വ്യക്തമായിട്ട് പറയില്ല. അത്രത്തോളം എൻ്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഒരു റക്കായത്ത് നിസ്കാരം മൂപ്പർ ഒഴിവാക്കുന്നത് ഞാൻ കണ്ടില്ല. ആ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാട്ടോ എനിക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പം അതേപോലെ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞാനും മക്കളും ആണെങ്കിലും ഞങ്ങൾ ഇസ്ലാം മതം വിശ്വസിച്ച് കൂടെ തന്നെ ഹിന്ദു മതത്തെ ബഹുമാനിച്ചാണ് ജീവിക്കുന്നത്. അത് ബഹുമാനം കൊടുക്കുന്നതാണ്. അതിൽ ആര് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ജസ്ന ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ BJP-ക്കാരി ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്, ശരിയാണോ? എനിക്ക് ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പില്ല. ചിലരിങ്ങനെ സംഗീന്ന് വിളിക്കും, വിളിക്കുന്നത് പോലെ ഇഷ്ടം. ഇപ്പം ഈ ഒരു വിഷയം വന്നപ്പം ചിലതിൻ്റെയൊക്കെ വീഡിയോൻ്റെ താഴെ യൂട്യൂബിൻ്റെ അകത്ത് കമൻറ്റ് കാണാം, ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർമാരുടെ വീട്ടിൽ പോവാറുണ്ടോ എന്നൊക്കെ ചോദിച്ച്, അതെന്തെങ്കിലും അങ്ങ് പറഞ്ഞുവിടുക. എനിക്കൊരു പാർട്ടി, ഞാൻ എല്ലാ പാർട്ടിനെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെയും BJP-ക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അതേ ടൈം തന്നെ എൻ്റെ ഭർത്താവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ധൈര്യത്തോടു കൂടെ പറയുകയും ചെയ്യാറുണ്ട്. പിന്നെ കോൺഗ്രസ് പാർട്ടിനെ എനിക്ക് പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. ഇല്ല, ഞാൻ അതും പറയും. എനിക്ക് അങ്ങനെ പാർട്ടിപരമായിട്ട് വേർതിരിവില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു കമൻറ്റ്, പ്രധാനപ്പെട്ട ഒരു കമൻറ്റ്, ഈ കൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നു, അത് വിൽക്കുന്നു, പക്ഷേ ഇതിനകത്ത് ജീവൻ തുടിക്കുന്ന തരത്തിൽ വരയ്ക്കുന്നില്ല. അതായത് കണ്ണിന് ഒരു കുത്തിടുന്നില്ല. അത് ഇസ്ലാം മതത്തിന് എതിരായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വാസ്തവം? ഒരിക്കലും അല്ല. ഇസ്ലാം മതത്തിനെതിരാണെങ്കിൽ ഞാൻ ഒരിക്കലും വരയ്ക്കാൻ നിൽക്കില്ല. എനിക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഇസ്ലാം മതത്തിൽ കൃഷ്ണനാന്നില്ല ഒരു സംഭവം വരയ്ക്കാൻ പാടില്ല. ഒരു സംഭവം മരിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ജീവൻ നൽകേണ്ടി വരുമെന്ന് എൻ്റെ അമ്മ ഒരിക്കൽ തമാശ രൂപത്തിൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ നീ അതിന് ജീവൻ കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, അമ്മ മരിച്ചു കഴിഞ്ഞിട്ടല്ല, ഞാൻ ഇപ്പോഴേ ജീവൻ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വിടുന്നത്. കാരണം കൃഷ്ണൻ എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥർക്ക് ജീവനുള്ളൊരു വസ്തുവായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പം ഞാൻ അതിന് ജീവൻ കൊടുക്കേണ്ട ആവശ്യം, എൻ്റെ പൊട്ടമായ ചിന്താഗതിയാണെങ്കിൽ വിട്ടേക്കൂട്ടോ. അപ്പം ഒരു വ്യക്തി അല്ലെ ഒരു കലാകാരൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതെങ്ങനെ അത് ഇതാക്കണം. ഇപ്പം പലതരം ഹോട്ടലുകളുണ്ട്. നമ്മൾ ലോക്കൽ ഹോട്ടൽ തട്ടുകടയിൽ പോകുന്ന സെർവ് ചെയ്യും പോലാണോ 5 സ്റ്റാർ ഹോട്ടലിലുള്ള സെർവ് ചെയ്യുക? ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തരുടെ കഴിവുമാണ്. എൻ്റെ കണ്ണന് അവർ പുറത്തുനിന്ന് ആൾക്കാർ ജഡ്ജ്മെൻറ്റ് ചെയ്യുക, പക്ഷെ മേടിച്ച ആൾക്കാർ ആരും പറഞ്ഞിട്ടില്ല ജീവനില്ല എന്നുള്ളത്. ഒരു പക്ഷെ ഞാൻ പറയലുണ്ട്, ഞാൻ പലരും എന്നോട് ചോദിക്കലുണ്ട് ഇങ്ങനെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയലുണ്ട് ഒക്കെ ഓരോരുത്തരുടെ വിശ്വാസം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് മൂപ്പരോട് പറഞ്ഞാൽ നടക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഞാൻ കൊടുക്കുന്ന ഡെഡിക്കേഷൻ ആയിരിക്കും. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, തുറന്ന് പറയുന്നതിന് എനിക്കൊരു വിരോധമില്ല, നമ്മളെ തൊഴിലിൻ്റെ ഭാഗമാണ്. ഞാൻ ഇറച്ചിയോ മീനോ കൂട്ടിയാൽ ഞാൻ കുളിക്കാതെ വരയ്ക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ച് വെറും ഒരു ഫോട്ടോ ആണത്, ഇല്ലേ? എനിക്ക് അത് വെറും ഒരു ഫോട്ടോ ആയിട്ട് കാണാം. പക്ഷേ അത് മറ്റൊരു മതസ്ഥൻ്റെ കയ്യിലെത്തുമ്പം അവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അവൻ്റെ ദൈവമാണ്. ആ ബോധം എനിക്കുണ്ട്. ആ ഒരു ബോധത്തോടു കൂടെ ഞാനത് ചെയ്താൽ അതിന് ഇരട്ടിയായിരിക്കും പവിത്രത ഉണ്ടാവുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാതെ ഇത് വരയ്ക്കുക ഒരു മനുഷ്യനും അറിയില്ല. പക്ഷേ അത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കണ്ണ് പൊടിയിടാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനതിൻ്റേതായ വൃത്തിക്ക്, അതേപോലെ പീരീഡ്സിൻ്റെ സമയത്ത് ഞാൻ വരയ്ക്കാറില്ല. പറഞ്ഞില്ലേ, ഒരു മാസത്തിലൊരു ദിവസം ഗുരുവായൂർ വരാറുണ്ട്. ഇതൊക്കെ നമ്മളെന്തിനു വിളിച്ച് വെക്കണം? ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പം മുസ്ലിംസിന് ആർക്കെങ്കിലും പോലീസ് ചേരാൻ പറ്റുമോ? ആൺവേഷം ധരിക്കരുത്. ഇപ്പോൾ ആൺവേഷം ധരിക്കാത്തവരായിട്ട് ആരാളുള്ളത്? എന്നാൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ ആൺവേഷം ധരിക്കുന്നില്ലേ? എന്ന് വെച്ചാൽ പാൻറ് ഇടുന്നില്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. ഒക്കെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ഈ
ഈ കണ്ണിൽ കുത്തിടുന്നില്ല എന്ന് പറയുന്നത് കുത്തിട്ട ചിത്രങ്ങളും ഉണ്ടോ? എന്താണ് ഞാൻ എൻ്റെ ആരെങ്കിലും ഉണ്ട് ഇതിൻ്റെതായ കമൻ്റ് ഇട്ടുള്ളൂ. എൻ്റെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരു സമയത്ത് കുത്തിടലുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊരു നമുക്കൊരു തൃപ്തി എന്ന് പറഞ്ഞൊരു സംഭവം വരണം. നമുക്കതിൽ പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തി ഉണ്ടെങ്കിലേ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്കത് ചിലവാക്കാൻ തോന്നുള്ളൂ. ആ തൃപ്തി ഇല്ലാതെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ കുത്തിട്ട് നോക്കിയിട്ടുണ്ടായി. പിന്നെ ഇനി സമൂഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വേണേൽ ഞാൻ കുത്തിടുക എന്നറിയാം. ഇപ്പം നാളെ എന്തോ അവർ പറയുമ്പോൾ നമ്മൾ അതേപോലെ ചെയ്യേണ്ടി വരും. എൻ്റെ ഫോട്ടോക്ക് ജീവനുണ്ടെന്ന് അത് മേടിക്കുന്ന ആൾക്കാർക്കും അറിയാം, എനിക്കും അറിയാം. വരയ്ക്കുന്ന കലാകാരിയുടെ ഒരു രീതി അതിനനുസരിച്ച് അല്ലേ? തീർച്ചയായിട്ടും അത് കലാകാരി തീരുമാനിക്കുക അത് എങ്ങനെ വരയ്ക്കണം, എങ്ങനെയാണ് കുത്തിടണോ കുത്തിടണ്ടായോ എന്ന്. അതൊന്നും മറ്റുള്ളതല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ? ആ വരച്ച കലാകാരൻ അതിൽ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട്. അതവൻ കഥയായിരിക്കും ഒരു കഥയായിരിക്കും അത് ഒരു പക്ഷേ. ജസ്റ്റിനെ ഇപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആദ്യമൊക്കെ BJP-ക്കാരായിരുന്നു. കാരണം ജസ്റ്റിനെ ഇങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി വരുന്നു, കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നു, അതുകൊണ്ടൊന്ന് ഗുരുവായൂർ കൊടുക്കുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് BJP ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ഷെയർ ചെയ്ത ചിത്രങ്ങളായിരുന്നു ജസ്റ്റിനയുടെ വരച്ച ചിത്രങ്ങളുമൊക്കെ. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് BJP-ക്കാരെല്ലാവരും തന്നെ എതിരാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണ് അങ്ങനെ പെട്ടെന്നൊരു മാറ്റം? അതിൻ്റെ മാറ്റം എന്താണെന്ന് എനിക്ക് തന്നെ പിടുത്തം കിട്ടുന്നില്ല. ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്ത് പറ്റിച്ച് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്? ഞാൻ നേരെ മറിച്ചൊരു പേപ്പറിൻ്റെ അകത്തൊരു പെൻസിൽ വെച്ച് വരച്ചിട്ട് അത് ഞാൻ 5000 രൂപക്ക് കൊടുക്കുക വെച്ചാൽ പറയാം ഇവൾ പറ്റിക്കുക. ഒരു പേപ്പറിനോ ഒരു പെൻസിലിന് എത്ര പൈസ വരുമെന്ന് ഞാൻ മെറ്റീരിയൽ എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവർക്കൊരു ഷോപ്പ് പോയിട്ട് ആ മെറ്റീരിയലിനും ഞാൻ പറയുന്ന കോസ്റ്റ് വരുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ പറയാം. ഞാൻ ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്ന 4 ദിവസം കൊണ്ടാണ്. അതിൽ ചില ദിവസം ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടാണ് വരയ്ക്കൽ. എന്നോട് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഉറക്കൊയ്യാൻ. സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഉറക്കൊയ്യുന്നത്. നാളെ ഇപ്പോൾ ചോദിക്കും എന്നോട് ആരോ ഉറക്കൊയ്യാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഉറക്കൊയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ് ഞാനൊരു തൊഴിലെടുത്ത് ജീവിച്ചിട്ട് എന്തിനാ എന്നെ തിരിച്ച് കുറ്റം പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. ചിലർ പറയുന്നത് ഞാനല്ല വരയ്ക്കുന്നത്, ഞാൻ പബ്ലിക്കിൻ്റെ ഇടയിൽ വരച്ച് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അത് ചിന്തിക്കുന്നില്ല. അതല്ല അവർ ചോദിക്കുന്നെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ വന്ന് വരയ്ക്കുമോ എന്നല്ല ചോദിക്കുന്നത്. ഞാൻ എന്നിട്ട് നാളെ ഞാൻ വരച്ചിട്ടിട്ടും വിശ്വസിക്കാഞ്ഞിട്ട് ഞാൻ പേപ്പറിൽ വരച്ച് കാണിച്ചു കൊടുത്തതാണ്. ആ ഒരു അവസ്ഥ ചിന്തിച്ച് നോക്ക്. 11 വർഷമായി ഞാൻ വേറെ ആരെക്കൊണ്ടെങ്കിലും വരപ്പിച്ച് സെയിൽ ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും പറ്റും. എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ പോരെ, എൻ്റെ വീട്ടിൽ വേറെ ആരെയല്ലേ കൊറിയർ ചെയ്യുന്ന ഷോപ്പ് പോയി അന്വേഷിച്ചാൽ പോരെ. ഒന്നും ആരും ചെയ്യുന്നില്ല. ഓരോരുത്തരെന്തോ പറയുന്നു, അത് ഏറ്റു പറയുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തളർന്നു പോകില്ല അല്ലേ? മുന്നോട്ട് തന്നെ ഉണ്ടാവും. കണ്ണൻ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കണ്ണൻ കൂടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മൂപ്പരെന്നെ വിടുകയാണെങ്കിൽ എനിക്കറിയില്ല, വിടൂല. പുള്ളി ഭയങ്കര വൈബാണ് ഈ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ. ഞാനിടയ്ക്ക് ഈ ഗുരുവായൂരൊക്കെ പോകും. ഞാനൊരു വിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. ഇടയ്ക്ക് ഗുരുവായൂർ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗുരുവായൂർ പോകുമ്പം ഞാനങ്ങനെ എപ്പോഴും ഒന്നും പുള്ളിക്കാരൻ്റെ മുമ്പിൽ പോയിട്ട് താണ് വണങ്ങി കുമ്പെടുത്തൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ തൊഴത്തുള്ളൂ. ജസ്റ്റ് ഞങ്ങൾ കൂട്ടുകാരെ പോലെ സംസാരിക്കാറുണ്ട്. എടാ പോടാ എന്ന രീതിയിൽ ഞങ്ങളൊരു കൂട്ടുകാരെ പോലെ സംസാരിക്കും. അപ്പം ആ ഒരു ഫ്രീഡം അവിടെ ചെല്ലുമ്പം കിട്ടും. പിന്നെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അന്ധവിശ്വാസമല്ല, ഇത് എൻ്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും. വലിയൊരു അനുഭവം തന്നെ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പറയുക വെച്ചാൽ ഗുരുവായൂർ ഭക്തരല്ലാത്തവർക്ക് പ്രാന്താന്ന് പറയും നമ്മൾ. സത്യമായിട്ട് അത്രത്തോളം എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിക്കേ. അതിൽ നമുക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്ത്. നിങ്ങൾക്കൊക്കെ ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. 2016 തുടങ്ങിയ ന്യൂസ് വരെ ഞാൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ സമ്മാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ടിട്ട് പിന്നെ എല്ലാവരും കളിയാക്കുകയും നമുക്കൊരു കാര്യം നടക്കുമെന്ന് കണ്ട് നടക്കാണ്ട് പോയാൽ കളിയാക്കൽ സ്വാഭാവികം, നാട്ടു നടപ്പാണല്ലോ. പിന്നെ അന്ന് തൊട്ടിട്ടുള്ള വാശിയായി. അത് നടന്നത് 2024 പല പ്രാവശ്യം അയച്ചു, അത് റിജക്റ്റായി പോവുക. പിന്നെ ലാസ്റ്റ് കിട്ടുന്നത് 2024 2016 അയക്കൽ തുടങ്ങിയിരിക്കുക. പക്ഷേ കിട്ടിയൊരു സ്ഥലവും കിട്ടിയൊരു സാഹചര്യം എന്ന് പറയാൻ ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അത് ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ച ഒരു മനുഷ്യന് കണ്ണൻ്റെ നടയിൽ വെച്ചിട്ട് തന്നെ കൊടുക്കുക എന്ന് പറയുന്നത് അത് ശരിക്കുള്ളൊരു കാരണം. എല്ലാം എന്തിനാ തൃശ്ശൂർ വരുന്ന സമയത്ത് വരെ ഒക്കെ റെഡിയായി, രാത്രി 2 മണിക്കാണ് റിജക്റ്റ് ആയിപ്പോയത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ലിസ്റ്റ് കൊടുക്കാൻ വൈകി, സെക്കൻഡ് ലിസ്റ്റില്ല ഞങ്ങൾ കൊടുത്ത്. അല്ലെ അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും മറ്റേ ഇലക്ഷൻ്റെ ടൈമിന് ഈ ഒരു ടൈമിനൊക്കെ ഞാൻ കൊടുക്കുക. അപ്പോൾ ഇത് ക്യാൻസലായി പോകും.
പിന്നെ ഞാൻ നടക്കൂല എന്ന് വിചാരിച്ചെടുത്താണ് കണ്ണൻ്റെ നടയിൽ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാലാണ് മൂപ്പരാട്ടിട്ട് തരിക എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഇതിൻ്റെ നിരപരാധിത്വം, എൻ്റെ നിരപരാധിത്വം മൂപ്പര് തന്നെ തെളിയിക്കുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. ഓരോരുത്തരെ വിശ്വാസമല്ലേ. കാരണം മൂപ്പര് കാരണമാണ് ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് കുരിശ് കയറിയത്. മൂപ്പര് വരും. ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ കണ്ണനും പല അവതാരങ്ങളില്ലേ, അതിലൊരു അവതാരമല്ലേ നരസിംഹ പാർത്ഥസാരഥി. എങ്ങനെയാണ് വന്നത്? സത്യം തെളിയിക്കാൻ തൂണ് പിളർത്തിയാണ് വന്നത്. വരും അതുകൊണ്ട് ഒരു ദിവസം. അപ്പം ഈ എല്ലാവരോടും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്നവരോടും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നവരോടും ഒക്കെ എന്താ പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത് ഒരുപാട് നന്ദി. ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ടിട്ടാണ് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അവരതൊന്നും വിശ്വസിക്കാതെ കൂടെ നിന്നത്. ഇനി കുറ്റം പറയുന്നവരോടായിട്ട് എനിക്ക് എന്നേ പറയാനുള്ളൂ, ജീവനുള്ളിടത്തോളം കാലം ഞാൻ വരയ്ക്കും. അത് നിങ്ങളെ കണ്ണ് തെറ്റായിട്ട് കാണുന്നുണ്ട്, നിങ്ങളെ കണ്ണിൻ്റെ കുഴപ്പമാണ്. എൻ്റെ ജോലിയാണ്, എൻ്റെ വിശ്വാസമാണ്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അല്ലേ ആരും ഈ പറഞ്ഞ എൻ്റെ മോന് ഫസ്റ്റിൽ വിഷയം ഉണ്ടായ ഉസ്താദ് വരയ്ക്കരുതെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് പോലും മോനെ എൻ്റെ വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കിനോ എന്ന് ചോദിച്ചിട്ടില്ല. എന്നോട് ഒരാളും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല നീ ഭക്ഷണം കഴിച്ചോ, അല്ലെ നിൻ്റെ വീട്ടിൽ നാളേക്ക് വെക്കാനുള്ള അരി ഉണ്ടോ എന്ന് ചോദിക്കാത്ത കുറ്റം പറയുന്ന പോലെ അവിടെ പറഞ്ഞോട്ടെ. നമുക്ക് ആരും ചിലവിന് തരുന്നില്ല. അല്ലേ എൻ്റെ ചിലവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവരാരെങ്കിലും വരട്ടെ. അത് ഞാൻ വീട് വെച്ചു, വീടിന് ലോൺ അടയ്ക്കുന്നത് ആരും കാണുന്നില്ല. കാറ് മേടിച്ചു, കാറിന് EMI അടയ്ക്കുന്നത് ആരും കാണുന്നില്ല. എല്ലാവരെ പോലെയും കഷ്ടപ്പെട്ടിട്ട് ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ ഞാനും ജീവിക്കുന്നത്. നിങ്ങളവിടെ കുറ്റം പറയും, ഞാനിപ്പുറത്തൂടെ ജീവിച്ചു പോയിക്കോളാം. എന്തായാലും ജസ്ന ഇത്രയും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ട് ഇത്ര ചിരിച്ച് കളിച്ച് തന്നെ സംസാരിച്ചു. ഇതിൻ്റെ ഇടയിലും ആരോഗ്യപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഈ സൈബർ അറ്റാക്കിനെ തുടർന്നിട്ട് ചില പ്രശ്നങ്ങളുണ്ടായതാണ്. എന്തായാലും അതിൻ്റെ ചികിത്സയിലും കഴിയുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തത്. എന്തായാലും കണ്ണനെ നെഞ്ചിൽ ഏറ്റുന്നതിനോടൊപ്പം ഇസ്ലാം മതത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് ജസ്ന മുന്നോട്ട് പോകുന്നത്. കല്ലെറിയുന്നവർ അവിടെ നിന്ന് എറിയും. ആ കല്ലുകളൊന്നും ജസ്നയുടെ ദേഹത്ത് പതിക്കാതിരിക്കും. അതിന് കാരണം ജസ്നയുടെ വിശ്വാസമാണ്. വിശ്വസിക്കുന്ന മതത്തിലുള്ള ആ ഈശ്വരനോടുള്ള ഒരു ഭക്തിയും ആ പ്രാർത്ഥനയും കൂടാതെ കണ്ണനോടുള്ള സ്നേഹവും കണ്ണൻ്റെ സ്നേഹവുമാണ് എന്നാണ് ജസ്ന വിശ്വസിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, വനനാടൻ TV.